കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിൽ ഇടതുപക്ഷം തകർന്നടിഞ്ഞപ്പോൾ വിജയിക്കാനായത് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ്. ആ വിജയത്തെ കുറച്ചു കണ്ടുകൊണ്ടല്ല, ആ വിജയത്തെ തുടർന്ന് ഇടതുപക്ഷ പ്രവർത്തകർ വളരെ വലിയ അഭിമാനബോധത്തോടെ പറഞ്ഞത് കനലൊരു തരി മതി എന്നുള്ളതാണ്. ആ കനൽ, തീക്കനൽ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ എ മാരിഫ് എം പി, എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച്? കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ആദ്യം ഒരു ഒറ്റപ്പെടലായിരുന്നു. പിന്നീട് ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് കൂടി ചേർന്നപ്പോൾ ഞങ്ങൾ 2 പേരായി. എങ്കിലും പല വിഷയങ്ങളിലും ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിലെല്ലാം കോൺഗ്രസുമായി സഹകരിച്ച് പ്രതിപക്ഷവും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായി അവിടെ സമരം ചെയ്തു. എന്നാൽ മറ്റ് കേരളത്തിന്റെ ആവശ്യങ്ങൾ വരുമ്പോൾ അത് ഉയർത്താൻ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മാത്രമേ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിന്റെ ഓരോ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേരളത്തിന്റെ ഡിമാൻഡുകൾ ഉന്നയിച്ച് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സഹപ്രവർത്തകരായ കോൺഗ്രസിലെ അംഗങ്ങൾ ഒരാൾ പോലും കേരളത്തിന് വേണ്ടി വാദിച്ചതായിട്ട് കണ്ടില്ല. അവർ കേരളത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ആ വേദിയെ പ്രയോജനപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ നിരവധി പേരുകൾ വാർത്തകളായി വന്നു. മുൻ ധനമന്ത്രി തോമസ് ഐസക് ആലപ്പുഴയിൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നു. മുൻ മന്ത്രി ജി സുധാകരന്റെ പേരുകൾ കേൾക്കുന്നു. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആലപ്പുഴയിൽ ഉണ്ടായിട്ടുണ്ടോ? ആലപ്പുഴയിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. ഞാൻ ആലപ്പുഴ പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. 27 വർഷക്കാലമായി ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. സീനിയർ മോസ്റ്റ് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാണ്. അപ്പോ അങ്ങനെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ അത്തരം ഒരു ചർച്ചയും നടന്നിട്ടില്ല. എങ്ങനെ പ്രതികരിക്കുന്നു ആലപ്പുഴയിലെ LDFന്റെ ഒരു തെരഞ്ഞെടുപ്പ്, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ എങ്ങനെ വിലയിരുത്തുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ളതിൽ? ഇവിടെ ഇടതുപക്ഷത്തിന്റെ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി നല്ലവണ്ണം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും. കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വലിയ തോതിലുള്ള ഗവൺമെന്റ് വിരുദ്ധ പ്രചരണം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്താണ് ആലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും പരിചയസമ്പന്നരായ 2 പ്രമുഖ നേതാക്കന്മാരടക്കം LDFന്റെ പാനലിൽ നിന്ന് ഒഴിച്ചു നിർത്തിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ ഘട്ടത്തിൽ പോലും നല്ല വിജയമാണ് ആലപ്പുഴ ജില്ലയിൽ LDFന് നേടാൻ കഴിഞ്ഞത്. എന്ന് വെച്ചാൽ LDFന് നല്ല ബേസുള്ള ഒരു അടിത്തറയുള്ള ജില്ലയാണ്. ആ അടിത്തറയ്ക്ക് ഒരു കോട്ടവും ഇതുവരെ സംഭവിച്ചതായി പറയാൻ കഴിയുന്ന ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരും. രണ്ടാമതും ആലപ്പുഴയുടെ MP ആയി തെരഞ്ഞെടുക്കപ്പെടാൻ താങ്കൾ മാനസികമായി തയ്യാറെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ തയ്യാറാണോ? അല്ല, അങ്ങനെ നമ്മുടെ CPMന് അങ്ങനെ ഒരു വ്യക്തിഗത തയ്യാറെടുപ്പ് കുറവൊന്നുമില്ല. പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ ഇല്ല. ഏത് ചുമതലയാണോ പാർട്ടി തരുന്നത് അതനുസരിച്ച്. ഞാൻ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ട് 6-7 വർഷക്കാലം പ്രവർത്തിച്ച ആളാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് 10-27 വർഷക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ചുമതല തരുമ്പോൾ ഞാൻ പണ്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞ 2019 സമയത്ത് എന്നോട് ചോദിച്ചപ്പോൾ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കും, പാർലമെന്റ് മെമ്പറായിട്ട് മത്സരിക്കാൻ പറഞ്ഞാൽ പാർലമെന്റ് മെമ്പറായിട്ട് മത്സരിക്കും. ഇതാണ് പാർട്ടിയിൽ അങ്ങനെയുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും വ്യക്തിഗത ചോയ്സുകളോ ഒന്നും അക്കാര്യത്തിലില്ല. ആലപ്പുഴയിൽ നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊന്നും നടന്നിട്ടില്ല. നിലവിൽ കേൾക്കുന്ന പേരുകളിൽ ഈ ഒരു സാഹചര്യത്തിൽ അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് ആരിഫ് MP വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ, ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.